السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى عباد الله الصالحين وعلى ملائكة الله المقربين والحمد لله رب العالمين. അൽഹംദുലില്ലാ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, എൻ്റെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്കേറ്റവും പ്രിയമുള്ളവരെ, നിങ്ങളോട് സംബന്ധിച്ചിട്ട് കുറച്ച് നാളുകളായി പല തിരക്കുകളിലും മറ്റുമായി അങ്ങനെ നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചില്ല. അൽഹംദുലില്ലാ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയത് അള്ളാഹുവിൻ്റെ ഹൗല ഖുവ്വത്ത് കൊണ്ട്. നമ്മൾക്ക് നല്ലൊരു മാസമാണ് വരാൻ പോകുന്നത്, റമദാൻ മാസം. നമ്മൾ ഷാബാൻ 15 കഴിഞ്ഞു, റാവ് കഴിഞ്ഞു. അൽഹംദുലില്ലാ, നല്ലൊരു മാസത്തിലേക്ക് നമ്മൾ ആനയിക്കപ്പെടുകയാണ്. അള്ളാഹു താല നമ്മളെ റമദാൻ മാസത്തിൽ എത്തിക്കട്ടെ. റജബിലും ഷാബാനിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു താല റമദാനിൽ നമ്മൾ എത്തിക്കുകയും അള്ളാഹു അവൻ തൃപ്തിപ്പെട്ട നിലയിലുള്ള സൽക്രമങ്ങൾ ചെയ്ത് റമദാൻ മാസം ധന്യമാക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ മാസം വരുമ്പോൾ നമ്മളെല്ലാവരും പരിശ്രമിക്കാറുള്ള കാര്യമാണ് സൽക്കർമ്മങ്ങൾ നല്ലവണ്ണം ചെയ്യുക. നമ്മളെ മനസ്സിൽ റമദാൻ മാസം വരുമ്പോൾ ഉടനെ വരുന്നത് തറാവീഹ് നിസ്കാരവും ഖുർആൻ ഖത്ം തീർക്കലും സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും പള്ളികൾ സജീവമാക്കുകയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഒക്കെ ശരിയെന്നാണ്, അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഒരു അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മുന്നോട്ട് വെക്കാം. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും. അതായത് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ചരിത്രമുണ്ട്. ഒരു സ്ത്രീ ഒരു പൂച്ചയെ അതിന് ഭക്ഷണമൊന്നും നൽകാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ആ സ്ത്രീ നിസ്കരിക്കാത്ത സ്ത്രീ ആയിരുന്നില്ല, നോമ്പ് നോക്കാത്ത സ്ത്രീ ആയിരുന്നില്ല. മനസ്സിലാവുണ്ടാകും. നിസ്കാരങ്ങളും നോമ്പുകളും എല്ലാം ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷേ പൂച്ചയെ എന്ത് ചെയ്തു? ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു. അതുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു. കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഹദീസിൽ കേട്ടിട്ടില്ലേ? മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ മനഃപൂർവ്വം അവരെ വെറുപ്പിച്ച് അവർക്ക് എതിര് പ്രവർത്തിച്ചു. അങ്ങനെയുള്ള ആളുകൾ, മാതാവിൻ്റെയും പിതാവിൻ്റെയും വെറുപ്പ് കരസ്ഥാക്കി മരിച്ച ആളുകൾ, അവർ നരകത്തിൽ പ്രവേശിക്കും. എത്ര നോമ്പ് നോറ്റാലും ശരി, എത്ര നിസ്കരിച്ചാലും ശരി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണം വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലേ, ഒരു സ്ത്രീ, ഞാൻ ചുരുക്കി വിവരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീ അവൾ മരണപ്പെടുകയാണ്. പക്ഷേ അവളുടെ ഭർത്താവ് അവളെ കൊണ്ട് തൃപ്തനല്ല എങ്കിൽ ആ സ്ത്രീ നരകത്തിലാണ്, അല്ലേ? അതായത് ഭർത്താവ് തൃപ്തയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, അവള് ദീനി അനുസരിച്ച് നടക്കുന്നതിനും അവള് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭർത്താവിന് വേണ്ടുന്ന കടപ്പാടുകളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ ചില കാര്യങ്ങൾ അവൻ്റെ സ്വന്തം താല്പര്യത്തിന് സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവന് ഇവിടെ ഇത് തെറ്റിയിട്ട് അവളെ കൊണ്ട് തൃപ്തി അല്ലാത്തൊരവസ്ഥയെങ്കിൽ അവൾക്കത് പ്രശ്നമില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവള് നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കണം, എല്ലാം ഉണ്ട്. പക്ഷെ മനഃപൂർവ്വം ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്യാതെയും അവനെ വെറുപ്പിച്ചുകൊണ്ടും അവൻ്റെ രഹസ്യങ്ങൾ പുറത്തേക്കൊണ്ടും അങ്ങനെ അത് കാരണത്താൽ അവന് വേണ്ടുന്ന കടപ്പാടുകൾ ചെയ്യാത്തത് കാരണത്താൽ തൃപ്തനല്ലെങ്കിലാണ്, അല്ലേ? അപ്പോൾ ആ നോമ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കും കുറെ കാര്യം ചിന്തിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ ചില ആളുകൾ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പുരുഷന്മാർക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇതല്ല, അങ്ങനെയല്ല. അത് ഇസ്ലാമിൻ്റെ പൊതുവെയുള്ള കൽപ്പനയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ പരിശുദ്ധ ഖുർആൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൽപ്പനകളും പുരുഷതിലാണ് അധികവും കൽപ്പനകളും ബഹുഭൂരിപക്ഷം വന്നിട്ടുള്ളത്. നിങ്ങൾ റുക്കൂ ചെയ്യുക, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ പുരുഷന്മാരുടെ അഭിസംബോധന, അത് മനസ്സിലാവുണ്ടാകും. അതുപോലെ തന്നെ
ഖുർആനിൽ കാണാൻ സാധിക്കും. ഓരോ കാര്യങ്ങളും ഉദ്കുറുനി അതുക്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. അപ്പൊ അത് പുരുഷന്മാരോട് മാത്രമല്ല. അഖ്ബിസ്വലാത്തൽ ദിക്രി, നിങ്ങൾ നീ എന്ത് ചെയ്യുക, എന്നെ ഓർക്കുവാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക, അല്ലെ. അതുപോലെ തന്നെ ഇസ്ലാംകാർ 5 നോക്കുക. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? അതിൽ 5 പറയുമ്പോൾ നോമ്പ് നോക്കുന്നിടത്തും റമലാന, അല്ലെ. റമലാനിൽ നിങ്ങൾ നോമ്പ് നോക്കുക. അപ്പൊ അതൊക്കെ അതിന്റെ വ്യാകരണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരോടാണ് അഭിസംബോധന. പക്ഷെ സ്ത്രീക്ക് നിർബന്ധമല്ലേ? അതെ. അതുപോലെ തന്നെ ചില ഭാഗത്ത് തെഹിജുൽ ബൈത്ത, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലേ. അപ്പൊ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തുഹിജൽ ബൈത്ത എന്ന് പറയുമ്പോൾ അവിടെ പുരുഷന്മാരുടെ അഭിസംബോധന, പക്ഷെ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതും. ഇവിടെ ഒരു സ്ത്രീയോട് എന്താ പറയാ, പുരുഷൻ തൃപ്തിപ്പെടാത്ത നിലയിൽ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അവൾ നരകത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ത്, ഒരു പുരുഷൻ മരിക്കുകയാണ്, പക്ഷെ അവന്റെ ഭർത്താവ് അവന്റെ ഭാര്യ അവനെ കൊണ്ട് തൃപ്തയല്ല എങ്കിൽ അവനും നരകത്തിൽ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ഉപദ്രവം കാരണത്താൽ, അവൻ ഇവളെ പ്രയാസപ്പെടുത്തുന്നത് കാരണത്താൽ, അവൾക്ക് വേണ്ട എന്താ പറയാ കടപ്പാടുകളൊന്നും പ്രവർത്തിക്കാത്തത് കാരണത്താൽ അവൾ എന്ത് ചെയ്തു? അയാളെ കൊണ്ട് വെറുത്തു എങ്കിൽ അയാളും എന്താണ്? നരകത്തിൽ തന്നെയാണ്. അപ്പൊ പരസ്പരമുള്ള ഹുക്കൂക്കുകൾക്ക് വല്ലാത്ത സ്ഥാനം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമദാൻ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോമ്പ് നോക്കുക, നിങ്ങൾ നോമ്പ് നോക്കിയിട്ടുള്ള അള്ള പുറത്തു തരും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. റമദാനിൽ നോമ്പ് നോക്കുന്ന സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ സ്വഹിഹായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ നോമ്പ് നോറ്റു, ഒരുത്തൻ നോമ്പ് നോറ്റു ഈമാനൻ വഹ്തിസാബൻ, ഈമാനോട് കൂടിയിട്ട് നോമ്പ് നോറ്റു. അവിടെ പ്രത്യേകം ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളോടാണ് എന്ത്, മോമിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കുമാണ് ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പ്രത്യേകം ആ മോമിനോട് പറയാണ് ഈമാനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പ് നോറ്റു. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈമാനോടുകൂടി നോമ്പ് നോക്കണം. വഹ്തിസാബൻ, അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണക്ക് പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആണ് അതിന് മീനിങ് വെക്കണമെങ്കിൽ അങ്ങനെ ഇഹ്തിസാബ് ചെയ്തുകൊണ്ട് നോമ്പ് നോക്കി. അങ്ങനത്തോർക്ക് അവരെ കഴിഞ്ഞു പോയ പാവങ്ങൾ പുറത്ത്. എന്താണ് ഈ ഈമാൻ? പ്രത്യേക ഈമാനോട് കൂടി എന്ന് പറയുന്നുണ്ടല്ലോ. ഈമാൻ നമുക്ക് വർദ്ധിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശ്രമിക്കണം. മനസ്സിലാണ്? അമലുകൾ വർദ്ധിച്ചാൽ ഒരു പരിധി ഉണ്ട്. ഇപ്പോൾ 5 വക്ത് നിസ്കാരം എന്നുള്ളത് 6 വക്ത് ആക്കാൻ പറ്റില്ല. തഹജ്ജുദ് നിസ്കാരത്തിനും ഒരു പരിധി ഉണ്ട്. ദുഹാ നിസ്കാരത്തിനും റക്കാത്തിനും പരിധി ഉണ്ട്. റവാത്തിബുകൾ റക്കാത്തിനും പരിധി ഉണ്ട്. പക്ഷെ ഈമാനിന് പരിധിയില്ല. ഈമാൻ വർദ്ധിക്കണം. ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മുഴുകുന്നുണ്ടോ? ഇത് ശ്രദ്ധിക്കണം. ഈ റമദാന് കൊണ്ട് ഈമാൻ എനിക്ക് വർദ്ധിക്കണം, ഈമാനോട് കൂടി നോമ്പ് നോക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ഈമാൻ എത്ര കഴിഞ്ഞ റമദാനുള്ള ഈമാൻ ആയിരിക്കരുത് ഈ വർഷത്തെ ഈ റമദാൻ ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ വർഷത്തെ ഈമാനേക്കാൾ ഈ വർഷത്തുള്ള ഈമാൻ വർദ്ധിക്കണം. അതായത് അള്ളാഹുലും അവൻ്റെ റസൂലിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ഈ മഹബത്തും സ്നേഹവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിലുള്ള ഉറപ്പും ആ കാര്യങ്ങളിലൊക്കെ അള്ളയും റസൂലും പറഞ്ഞ കാര്യത്തിൽ ഉറപ്പൊക്കെ വർദ്ധിച്ചിരിക്കണം. അങ്ങനെ നോമ്പ് വെക്കാനാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോമ്പ് നോറ്റില്ലെങ്കിൽ ആ നോമ്പ് സ്വീകാര്യമല്ല എന്നാണ് ഹദീസുകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈമാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈമാനിന്റെ വർദ്ധനവ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യം എന്താ? ഹുസ്നുൽ ഖുൽഖാണ്, സൽസ്വഭാവമാണ്. ഈമാനും സൽസ്വഭാവം വല്ലാത്ത ബന്ധമാണ്. ഈമാനോട് വർദ്ധിച്ചാൽ പിന്നെ ആ കണ്ണിൽ ആരെയും കണ്ടൂടാ, സലാം പറയൂല, സലാം പറഞ്ഞാലോ ആളെ നോക്കിയിട്ട് ഗ്രൂപ്പ് ഏതാ നോക്കി മടക്കുക. അതല്ലെങ്കിൽ അയൽവാസികളോട് മോശം, അയൽവാസി ജൂതനാണ് അല്ലെങ്കിൽ അയൽവാസി ക്രിസ്ത്യാനിയാണ്, അയൽവാസി അയ്യന്നവനാണ്, അപ്പൊ അവരോടൊരു വെറുപ്പ്. ഇതൊക്കെ ഏത് ഈമാനാ? ഈമാന് വർദ്ധിച്ചാൽ സൽസ്വഭാവമാണ് വർദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഈമാൻ വർദ്ധിച്ചപ്പം സൽസ്വഭാവം വർദ്ധിക്കണില്ല, മറിച്ച് ഗർവാണ് വരുന്നത്. ഞാൻ ഈമാനുള്ളവനാണ്, ഞാൻ തഹജ്ജുദ് ആളാണ്, ഞാൻ ഇന്നാലിന്ന ആളാണ്, ഞാൻ ഇന്നാലിന്ന മറ്റേ ആളാണെന്നുള്ളതാണ് വരുന്നത്. മറ്റുള്ളവരൊക്കെ ഒരു മോശം തോന്നുകയാണെങ്കിൽ ഓൻ്റെത് ഈമാനായിട്ടില്ല, ഓനിക്ക് നിഫാക്ക വന്നിട്ടുള്ളത്. നിഫാക്ക് ഉണ്ടാകുമ്പോഴാണ് ക്രൂരത മനസ്സിൽ വരെ.
ഈമാൻ വന്ന മനസ്സ് വളരെയധികം നിർമ്മലതയിലേക്കാണ് പോവുക. വളരെ എന്താ പറയാ, നൈതാർത്ഥമായ അവസ്ഥയിലേക്ക് വരും. മനസ്സിലായി? അവിടെ ഹൃദയം വളരെയധികം മാർദ്ദവമായിട്ട് മാറും. ഉദാഹരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊരു ഹദീസ് പറയാം, നമുക്ക് പെട്ടെന്ന് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം. ഇത് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് പല മഹാന്മാരും സ്വഹീഹാണ് എന്ന് പറഞ്ഞതാണ്. ഏതാണ് ഹദീസ്? അൻ അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. എന്താണ് അക്മലുൽ മുഅ്മിനീന ഈമാനൻ? വിശ്വാസികളിൽ ഈമാൻ ഏറ്റവും അക്മലായവർ, കാമിലായ നഫ്സുള്ളവർ. നഫ്സ് കാമിലായി, അതായത് നഫ്സ് അമ്മാറയിൽ നിന്ന് മാറി, ലവ്വാമയിൽ നിന്ന് മാറി, മുലഹമ്മത്തിൽ നിന്ന് മാറി മുത്തുമൈനത്തിലേക്ക് എത്തി. അത് ഉന്നതമായ നഫ്സാണ്. വീണ്ടും അത് റാലിയത്തായി മറലിയത്തായി കാമിലായി. അങ്ങനെയുള്ള ഈമാനുള്ള ആളുകൾ ആണ് ഈമാൻ ഏറ്റവും വർദ്ധിച്ചവർ. എങ്ങനെയാണ് മനസ്സിലാക്കുക? അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും അഹ്സനായ സ്വഭാവക്കാരായിരിക്കും. അപ്പൊ നോക്കി, നമ്മളിൽ ഈമാൻ വർദ്ധിക്കും തോറും ഇത് കൂടാണ്, അഹങ്കാരം കൂടുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ. അപ്പൊ ഈമാൻ അല്ലാതെ വർദ്ധിച്ചിട്ടുള്ളത് കർമ്മങ്ങളാണ് വർദ്ധിച്ചിട്ടുള്ളത്, അമലുകളാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ സൽസ്വഭാവിയായി മാറും. ഇനി ഇതിനോട് ജോയിൻ ചെയ്ത് മൻസ്വാമ റമദാന, ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റു, ഈമാനൻ, അതെന്തായിരിക്കണം? ഈമാൻ വർദ്ധിച്ച ഒരാൾ ഈമാനോട് നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? സൽസ്വഭാവിയായി കൊണ്ട് നോമ്പ് നോറ്റു. അങ്ങനെയാണ്. സൽസ്വഭാവം ഇല്ല അതിൻ്റെ പ്രിയമുള്ളവർ ഈ റമദാൻ മാസം കൊണ്ട് നമുക്ക് ഇതൊരു എന്താ ശരി പറഞ്ഞ സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ഈ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, പകുതി ശുദ്ധീകരണമാണെന്നാണ്, തെസ്കിയത്താണ് നോമ്പ് കൊണ്ട് ഉണ്ടാവുന്നത്. അതായത് ഇവനക്ക് ശുദ്ധീകരണം ഉണ്ടാവണം നോമ്പ് കൊണ്ട്. നോമ്പ് നോക്കുമ്പോൾ എനിക്ക് നോമ്പുകാരനാണെന്നുള്ള ഒരു എന്താ പറയാ കോപം ഉണ്ടാവല്ല വേണ്ടത്, വിനയാണ് അവനക്ക് ഉണ്ടാവേണ്ടത്. നോമ്പ് ഒറ്റ ഉച്ച കഴിഞ്ഞാൽ കോപം വരുന്നത് ചൂട് വയറ് ഇതാവുമ്പോഴേ ആ ചൂടൊക്കെ മാറ്റണം, എൻ്റെ സ്വഭാവം നന്നാക്കണം, അതിന് ഞാൻ നോമ്പ് നോക്കണം. എന്നിട്ട് ഈ 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പ് കൊണ്ട് ഞാനൊരു പൂർണ്ണ വിശ്വാസിയായി മാറണം, അതായത് നല്ലൊരു സൽസ്വഭാവക്കാരനായി മാറണം. ഇതിനായിരിക്കണം നമ്മൾ നോമ്പ്. അതിന് വേണ്ടുന്ന പണി എടുക്കണം. ഇവിടെ മനഃപൂർവ്വം നമ്മൾ തന്നെ ചെയ്യണം. എൻ്റെ സ്വഭാവം നന്നാക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം, നിങ്ങളെ സ്വഭാവം നന്നാ നിങ്ങൾ തീരുമാനിക്കും. എൻ്റെ സ്വഭാവം നന്നാക്കാൻ എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ഭാര്യ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം നന്നാവില്ല. എൻ്റെ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, ഭാര്യനെ വിചാരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരുടെ കാര്യം ചിന്തിക്കുക. ഞാൻ ഈ നോമ്പ് നോക്കുന്നത് കാരണത്താൽ ഞാനൊരു സൽസ്വഭാവിയാവും. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ഒരു നോമ്പുകാരൻ്റെ അടുക്കൽ ഒരാൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നാൽ അവനോട് പറഞ്ഞിരിക്കണത് എന്താണ്? എന്താ പറഞ്ഞിട്ടുള്ളത്? അനസ്വാഇമു, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് അവനോട് പറഞ്ഞേക്ക്. അതെന്താ? നോമ്പുകാരനായോണ്ട് എനിക്ക് നിന്നോട് തർക്കിക്കാൻ പറ്റില്ല, കാരണം അവിടെ സൽസ്വഭാവമാണ് വേണ്ടത്. സൽസ്വഭാവത്തിന്റെ ഏറ്റവും പരിസമാപ്തി അതിൽ കുറിക്കുന്ന കാര്യമാണ് വിനയം എന്ന് പറയുന്നത്. ആ വിനയാണ് വേണ്ടത് നോമ്പുകാരനക്ക്, തള്ളിടാൻ പറ്റൂല. അപ്പൊ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അപ്പൊ ഇപ്പോൾ മുതൽ തന്നെ തുടങ്ങണം. സൽസ്വഭാവം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പൊ മുതൽ തന്നെ നമ്മൾ ഈ ഷാബാൻ കഴിഞ്ഞു, ഷാബാൻ 15 കഴിഞ്ഞു, ഇപ്പൊ മുതൽ തന്നെ തുടങ്ങണം നമ്മൾ സൽസ്വഭാവം നന്നാക്കാൻ. എങ്ങനെ കാണാം? വലിയ വിശദമായ ചാപ്റ്ററാണത്. സൽസ്വഭാവം ചെറുതല്ല. സൽസ്വഭാവി എല്ലാവരോടും സൽസ്വഭാവമായിരിക്കണം. തൻ്റെ മതമല്ലാത്ത ഒരു അമുസ്ലിമിനോട് പോലും, അല്ലേ? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാം ഒരിക്കൽ പറഞ്ഞത് ഹദീസിൽ കാണാലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അയൽവാസികളോടുള്ള മര്യാദ പറയണത് കേട്ടിട്ട് ഞാൻ എന്ത് വിചാരിച്ചു, എങ്ങനെ ഭയന്നു, ഈ അനന്തരം പോലും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതിലേക്ക് വരെ അങ്ങനെ ഒരു ചിന്ത വരെ വന്നു എന്നുള്ള ആശയമുള്ള ഹദീസ് കാണാൻ സാധിക്കും. അയൽവാസി ഒരു ജൂതനാണെങ്കിലും ക്രിസ്ത്യാനി ആയാലും ഹൈന്ദവനായാലും നിരീശ്വരവാദി ആയാലും ശരി, അയൽവാസികളുടെ കടപ്പാട് അത് വേറെ ചെയ്യണം. ഒരു 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 മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള, അള്ളാഹുവിൻ്റെ ഒരു പടപ്പ് എന്നുള്ള നിലക്കുള്ള സൽസ്വഭാവം അവരോട് കാട്ടണം എന്നാണ്.
മനസ്സിലാവുണ്ടോ? ആ ദീന് പഠിക്കാത്തവരാണ് ഈ ഭീകരവാദത്തിലേക്കും വർഗീയതയിലേക്കും പോണത്. ദീന് ശരിയാൻ വണ്ണത്തിലുള്ള ആളുകളെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ആരിഫീങ്ങളെ മശാഖന്മാരെന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്വഭാവം നന്നാവും. നന്നാവണം. നന്നായിട്ടില്ലെങ്കിൽ ആ ആരിഫായ ഷെയ്ഖിനെ, ആരിഫായ ഗുരുനാഥനെ അവൻ എന്തായിട്ടില്ല, അനുധാവനം ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം. അവനക്ക് ത്വരീഖത്ത് വന്നിട്ടില്ല. ത്വരീഖത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവമാണ് നന്നാവേണ്ടത്. ത്വരീഖത്ത് വന്നവരെ സ്വഭാവം വെടക്കാവല്ല വേണ്ടത്, പെണ്ണട്ടാൻ നടക്കല്ല. ഇവ ത്വരീഖത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യം ഇവന്റെ സ്വഭാവം അവന്റെ വീട്ടിൽ, ആ വീട് സ്വർഗാവും. ഒരു യഥാർത്ഥ ത്വരീഖത്തുകാരന്റെ വീട് സ്വർഗാവും. കാരണം എന്താ? അവൻ ഹുസ്നുൽ ഖുൽഖിൽ കൂടുതൽ പ്രയത്നിക്കുന്ന ആളാണ് ത്വരീഖത്തുകാരൻ. ബൈഅത്ത് ചെയ്ത് ത്വരീഖത്തിൽ വന്ന കുറെ ദിക്റ് ചൊല്ലി, കുറെ റിയാലൊക്കെ ഇരുന്നു, കുറെ എന്താ പറയാ തസ്കിയത്തിന്റെ കാര്യത്തിൽ പോയി, ക്യാമ്പിലേക്ക് പോയി, കുറെ ചില്ല നടത്തി, കുറെ സിയാർത്തുകൾ ചെയ്തു. എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? ത്വരീഖത്ത് കൊണ്ട് കിട്ടേണ്ട ആദ്യം നീ ശരിയാവലാണ്. ഞാൻ ആദ്യം ശരിയാവണം. ഞാൻ എൻ്റെ സ്വഭാവം നന്നാക്കാൻ പറ്റണം എനിക്ക്. അതിനാണ് ഇത് റിയാല. അതിനാണ് എല്ലാം ചെയ്യേണ്ടത്. ഹുസ്നുൽ ഖുൽഖ് അത് വല്ലാത്തൊരു സംഭവമാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ വിവരിച്ചൊരു ഹദീസ് ഉണ്ട്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നിവേദനം ചെയ്യപ്പെടുന്നു. ഖാലത്ത്, മഹദി അവറുകൾ പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നതായിട്ട്, ഇന്നൽ മുഅ്മിന, തീർച്ചയായിട്ടും വിശ്വാസി, ലയുദ്രിക ബിഹുസ്നി ഖുലുഖിഹി, അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിക്കും, അവൻ നേടിയെടുക്കും ദറജത സ്വാഇമിൽ ഖായിമി. ആരുടെ പദവി നേടിയെടുക്കും? സൽസ്വഭാവം കൊണ്ട് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും എല്ലാ പകലിലും നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പദവി ഒരു വിശ്വാസി അവന്റെ സൽസ്വഭാവം കൊണ്ട് നേടിയെടുക്കും. അമല് കൊണ്ടല്ല, സൽസ്വഭാവം കൊണ്ട്. ഹദീസിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് കണ്ട് ഒരു സഹാബി ചോദിക്കുന്നത്. ആദ്യം അത് സഹാബി വലതു ഭാഗത്തു കൂടി വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, നന്മയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം. അദ്ദേഹം വീണ്ടും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ മറ്റൊരു ഭാഗത്തു കൂടി വന്നു, വേറൊരാളാവുന്ന വിധത്തിൽ മറ്റൊരു ഭാഗത്തു കൂടി, ഇടതു ഭാഗത്തു കൂടി വന്നു. ഞാൻ ആ ഹദീസിനെ വിശദീകരിക്കുകയാണ്. ഹദീസിനെ ഒന്ന് ചോദ്യം, അള്ളാഹുവിന്റെ റസൂലെ, വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചു. നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന കാര്യം ഒരു അമല് പറഞ്ഞു തരുമോ? അമല ചോദിക്കണം. പക്ഷെ റസൂൽ പറയുന്നത് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. അദ്ദേഹം വീണ്ടും അത് ഒന്നുകൂടി അതിൻ്റെ മൂപ്പർക്ക് അത് സഹാബിക്ക് അതിനെ കൊണ്ട് ഉദ്ദേശിച്ചെന്താ മനസ്സിലാവാത്ത വിധത്തിൽ അവര് വീണ്ടും നേരെ വന്നു, അല്ലെങ്കിൽ മറ്റൊരു വശത്തു കൂടി വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അമാ തഫ്ഖഹ്, നിനക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കല. സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ വിനയമുള്ളവരായി മാറലാണ്. അല്ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കണം. കോപം അധികവും വരില്ല. ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ഈഗോ വരുമ്പോഴാണ് കോപം വരുന്നത്. നമ്മളുടെ ഈ ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ്, നമ്മൾ എന്തോ ഉള്ളതാണെന്ന് കാണുമ്പോഴാണ് മുന്നിലുള്ള ആളോട് കോപം വരുന്നത്. കിബറിന്റെ ഒരു ചെറിയൊരു അടയാളമാണ് ഈ കോപം. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കോപമല്ല, അല്ലാത്ത കോപമാണ് ആ പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, അല്ലേ, ഒക്കെ ഓതുന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ഭാര്യയോട് എങ്ങനെ പെരുമാറണം? ഞാൻ എൻ്റെ ചിന്തിക്കാം, നിങ്ങൾ ചിന്തിക്കാം. നമ്മുടെ റമളാൻ വരല്ലേ, ഈ കോപിക്കാൾ കുറേ കാര്യങ്ങളുണ്ട്. പള്ള വഹിച്ച കാര്യമാണല്ലോ, പിന്നെ പണം ചെലവാക്കാനൊക്കെ അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കോപം വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ചിന്തിച്ചു, സ്വന്തം ഭാര്യയോട് എങ്ങനെ പെരുമാറണം, അവളോട് എന്ത് കാര്യത്തിനാണ്? അള്ളാഹിന്റെ ദീനിന്റെ കാര്യത്തിലല്ലാതെ നമ്മളെ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ നമ്മൾ കോപിക്കാറുണ്ടോ നമ്മളെ ഭാര്യയോട്? ഈ കോപവും ഈമാനും തീരെ ഒക്കൂലേ. പിന്നെ എന്താണ് ഈമാനോടുകൂടി നോമ്പ് നോക്കാന്നല്ല പറഞ്ഞത്? അപ്പൊ ഈമാനോടുകൂടി നോമ്പ് നോക്കണമെങ്കിൽ കോപം പറ്റുമോ? കോപം ഈമാനെതിരാണ്. അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്ത കോപം ഈമാനെതിരാണ്. ഈമാനെ ഇല്ലാതാക്കി കളയും കോപം എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. നമുക്കത് ഒതുങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇത് അള്ളാഹിന്റെ ഒരു അടിമയാണ്. അവളിൽ നിന്ന് വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നേരെ എതിര് ചെയ്യണം, ഞാനത് ക്ഷമിക്കുക അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ നോക്കണം. നമ്മുടെ മുന്നിൽ ഉമ്മയായിരിക്കും, ഉപ്പയായിരിക്കും, കുട്ടികളായിരിക്കും, അല്ലെ നമ്മുടെ ശിഷ്യന്മാരായിരിക്കും, ശിഷ്യകളായിരിക്കാം, അല്ലെ സഹപാഠികളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളായിരിക്കാം. നമ്മുടെ സ്വഭാവം എന്താ? ചില വിഷയങ്ങൾ വരും, സംഭവം നമ്മളിരുത്താവില്ല, അവരിരുത്താവും തെറ്റ്.
ചിലപ്പോൾ നമ്മൾ നിരപരാധിയായിരിക്കാം അതിൽ. എന്നിട്ട് അവർ കാട് കയറി വരുമ്പോൾ കോപം വരുന്നുണ്ടോ? സൂക്ഷിക്കണം. നമ്മളെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ ക്ഷമിക്കണം. നല്ല സ്വഭാവം, നന്മ കൊണ്ട് തിന്മയോ നേരിടണം. അത് നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉസ്നുൽ വന്നിട്ടില്ല. ഞാനത് പറയണത് എന്താണെന്നറിയോ? ഇതിൽ മാറ്റം വരുത്താൻ വളരെ പ്രയാസം. പലരും അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കണില്ല. ശരീഅത്ത് ഉണ്ടായിരിക്കും, ത്വരീഖത്ത് ഉണ്ടായിരിക്കും, ഹഖീഖത്ത് ഉണ്ടായിരിക്കും, മാരിഫത്ത് ഉണ്ടായിരിക്കും. പക്ഷെ ഈ സ്വഭാവ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കാത്ത കാലത്തോളം ഒരു തുള്ളു ഉള്ളിലേക്ക് ഇറങ്ങൂലേ. ഈമാൻ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇത് ശരിയാവണേ. സൽസ്വഭാവം, ഇതാണ് മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരു ഹദീസ് നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്. എന്താ ഹദീസ്? അൻ അബി ദർദാഇ റളിയല്ലാഹു തആല, അബൂ ദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഷൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസനിൻ. മാ ഷൈഉൻ, ഒരു വസ്തുവുമില്ല, അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിശ്വാസിയുടെ മീസാനിൽ, അതായത് തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതായിട്ട് ഒരു വസ്തുവുമില്ല. മിൻ ഹുസ്നിൻ ഖുലുഖിൻ, സൽസ്വഭാവത്തെക്കാൾ മീസാനിൽ, ഖിയാമത്ത് നാളിൽ മീസാൻ അമൽ ഇങ്ങനെ വെക്കുമ്പോൾ അവൻ്റെ ആ മുഅ്മിനിന്റെ അമൽ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ഏതായിരിക്കും? അവന്റെ സൽസ്വഭാവമായിരിക്കും. സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന ഒരു വസ്തുവില്ല. അപ്പൊ ഒരാൾ കുറെ അമലുകൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവൻ സൽസ്വഭാവിയല്ല. പെട്ടെന്ന് കോപം വരുന്നു, അല്ലെങ്കിൽ കളവ് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗീബത്ത് പറയുന്നു, പരദൂഷണം പറയുന്നു, അല്ലെങ്കിൽ ഇരട്ടമുഖം, ഒരാളോട് ഒരു വിധത്തിൽ മറ്റൊരാളോട് മറ്റൊരു വിധത്തിൽ, അവരെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരെ മുന്നിലും അവർക്കനുസരിച്ച് നിൽക്കും. അതേ ഇരട്ടമുഖം. അതിന്റെ മറ്റൊരു വേർഷനാണ് എന്ത്? നമീമത്ത്. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏഷടി. ഇവിടുന്ന് ഇവിടുത്തെ അവിടെയും പറഞ്ഞു കൊടുക്കുക, അവിടുത്തെ ഇവിടെയും പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഇതിൽ പെട്ട് ഇരട്ടമുഖത്തിൽ പെട്ടതാണ്. ഇങ്ങനൊക്കെ ആണെങ്കിൽ അല്ലേ? പക്ഷെ അവൻ എല്ലാ അമലും ചെയ്യുന്നു. ഒരാള് ഇങ്ങനത്തെ ദുസ്വഭാവമൊന്നുമില്ല, വളരെ സൂക്ഷിക്കുന്നുണ്ട്. സൽസ്വഭാവത്തിന്റെ കാര്യം സൂക്ഷിക്കുന്നുണ്ട്. കളവ് പറയുമ്പോൾ നാവിനെ സൂക്ഷിക്കണ്, ദീപത്ത് പറയുന്ന നാവിനെ സൂക്ഷിക്കണ്, നമീമത്ത് പറയുന്ന നാവിനെ സൂക്ഷിക്കണ്, ഫിത്തനകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും തന്നിൽ വരുന്നതോട് സൂക്ഷിക്കുന്നു, അഹങ്കാരത്തെ സൂക്ഷിക്കണ്, റിയാഇനെ സൂക്ഷിക്കണ്, മറ്റുള്ളവർ വിഷമിക്കുന്ന പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ തന്നെ നാവിൽ നിന്ന് കൈകളിൽ നിന്ന് വരുന്നത് സൂക്ഷിക്കണേ. ഉമ്മനോട് നല്ലപോലെ പെരുമാറണത്, ഉപ്പനോട് നല്ലപോലെ പെരുമാറണത്, ഭാര്യയോട് നല്ലപോലെ പെരുമാറണത്, മക്കളോട് കാരുണ്യത്തോടെ പെരുമാറണത്, വലിയവരെ ബഹുമാനിക്കണ്, പണ്ഡിതന്മാരെ ആദരിക്കണ്, അവരുടെ തെറ്റ് പിടിക്കാൻ നടക്കല്ല, തൻ്റെ തെറ്റ് നോക്കി നടക്കാണ്, അങ്ങനെ തന്നെ തിരുത്താൻ നടക്കാണ്. അയൽവാസികൾക്ക് നല്ല അഭിപ്രായം, സുഹൃത്തുക്കൾക്ക് നല്ല അഭിപ്രായം, ജനങ്ങൾക്കൊക്കെ അവരെ പറ്റി നല്ല അഭിപ്രായം. അങ്ങനെ നല്ല സൽസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് കൂടുതൽ അമലുകളൊന്നുമില്ല, ഫറലുകളൊക്കെ മുഅക്കദായ സുന്നത്തുകളുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, കൂടുതൽ അമലുകളൊന്നും ഇല്ല. എങ്കിലും നാളെ മീസാൻ തൂക്കുമ്പോൾ ഇവന്റെ അമലാണ്, ഇവന്റെ മീസാന കൂടുതൽ കനം തൂങ്ങുക. മറ്റാളത് കനം കുറയുമെന്ന് മാത്രമല്ല, കുറേ അമലുകളൊക്കെ ഈ ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ട് ആ ജനങ്ങളോട് ഇവൻ ചെയ്ത അക്രമത്തിനും ജനങ്ങളോട് ചെയ്ത പ്രയാസത്തിനും ഒക്കെ ബദലായിട്ട് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അവസ്ഥ അല്ല കാത്തുരക്ഷിക്കും. നോമ്പിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് മനസ്സിലാവണ്ട. ഖത്തം തീർത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതൊക്കെ വേണം. നോമ്പ് നോക്കണം, സൽക്രമങ്ങൾ ചെയ്യണം, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണം, എല്ലാം വേണം. മനസ്സ് ശുദ്ധിയാവണം. ഞാൻ നല്ലോന് എന്നുള്ളത് ആദ്യം വേണം. അതാണ് ഏറ്റവും വലിയ ബടക്ക്, ഏറ്റവും വലിയ ദുസ്വഭാവം. ഇതൊക്കെ ഞാനൊരു ഇഅ്തികാഫ് പള്ളിയിൽ ഇരിക്കുന്ന ആള്, ഞാൻ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആള്, ഞാൻ അങ്ങനത്തെ ആള്, ഇതുണ്ട് പോകണം, ഇന്ന് അത് നിസ്കരിക്കണം. അത് അല്ലാതെ ഔദാര്യമായിട്ട് മനസ്സിലാക്കും. ഇതൊക്കെ ശരിയാക്കാനാണ് ഈ ശൈഖന്മാരായിട്ട് തെർബിയത്തിന്റെ ശൈഖന്മാർ, ശരിയായ തെർബിയത്തിൽ എൻ്റെ ശൈഖന്മാരെ പോലെയുള്ള ശൈഖന്മാരായിട്ട് ബൈഅത്ത് ചെയ്യണമെന്നും അവരെ തെർബിയത്തിൽ ഇരുന്നിട്ട് നമ്മുടെ സ്വഭാവം നന്നാക്കണം എന്നൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതിണ്ട് പെട്ടെന്ന് മാറൂലേ. നമുക്ക് നിസ്കരിക്കുന്നത് തന്നെയല്ലേ തോന്നുള്ളൂ. ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാൽ പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചില്ല എന്ന് തോന്നില്ലല്ലോ. പിന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ റസൂലുള്ളാഹി അങ്ങനെ അതിനെ സംബന്ധിച്ച് അധ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വൃത്തിയാക്കുന്ന ശൈഖന്മാരെ അടുത്തുനിന്ന് അമലും അവരെ ഷുഗലും വാങ്ങി ബയ്യത്ത് വാങ്ങിയിട്ട് അവർ സൽസ്വഭാവിയാവാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, ഈ കേടുകൾ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മളിങ്ങനെ കുന്നുപോലെ അമൽ ചെയ്തിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് വെച്ചിട്ട് പോണത്. പക്ഷെ ആ ബാത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിലുണ്ടെന്നാണ്.
അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള നിങ്ങൾ ഖിയാമല്ലലിന് പൊക്കോളി, തറാവീന് പൊക്കോളി, നിസ്കരിച്ചോളി, എല്ലാം ചെയ്തോളി. പക്ഷെ ഇതിനൊന്ന് പരിശ്രമിക്കും, ഇതിനുള്ള ഒരു ഇതിൻ്റെ സദസ്സുകളിൽ ഒന്ന് പങ്കെടുക്കും. മശായഖന്മാർ ത്വരീഖത്തിന് മശായഖന്മാരുമായി സംബന്ധിച്ചിട്ട് ഇതിന് ഉപദേശം പലയിടത്തുനിന്ന് കിട്ടും. സൽസ്വഭാവികളാണെന്ന് ഉപദേശം എല്ലാം കിട്ടും. പക്ഷെ ചികിത്സ കിട്ടണമെങ്കിൽ അത് ഈ മശായഖന്മാരിടത്തും പോകണം. അവരിത്ര ആ തൗഹീദ് അതിൻ്റെതായ തൗഹീദിലും അവിടെ ഒരു ഒറ്റ തൗഹീദല്ല, ഇത് തൗഹീദിന്റെ പരിശീലനം കൂടി വേണം. തൗഹീദിന്റെ അറിവുണ്ടായിട്ട് മാത്രം കാര്യം. അപ്പൊ അതുകൊണ്ട് മശായഖന്മാർ സാഹസിച്ചിട്ട് അത് ശരിയാക്കാൻ നോക്കണം. നിങ്ങൾക്കത് ആവണില്ലേ, എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കാൻ നോക്കും. ഈ ശൈഖന്മാരെ പിടിക്കാൻ പറ്റണില്ല, അത് നമുക്ക് വല്ലാത്ത ഒരു വിഷമാണ്. ജനങ്ങളൊക്കെ എന്ത് പറയും, അങ്ങനെ ഒരു സ്വർഗത്തിൽ പോകണ്ട, ജനങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുള്ളതൊക്കെ മതി എന്ന് തോന്നാണ്. എന്നാലും ആ സ്വർഗത്തിൽ ഇങ്ങനെ ആയാൽ പറ്റൂല. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ സ്വഭാവം നന്നാക്കണം. അതിന് എവിടെ പോയിട്ടാണ് നേരാക്കാൻ, അവിടെ പോയി നേരായിക്കോ, കുഴപ്പമില്ല, നേരാക്കണം. മനസ്സിലായി? പേച്ചോടത്തൊന്നും പോകണ്ട, നല്ല സദസ്സിൽ പോയി നല്ല ആളുകളുമായി ബന്ധപ്പെടാതെ പറ്റൂലത്. സൽസ്വഭാവികളുമായി സഹവസിക്കാതെ സൽസ്വഭാവം ഉണ്ടാകാൻ പറ്റൂല. ദുസ്വഭാവികളെ സഹവസിക്കും ചെയ്യുക, എന്നിട്ട് സൽസ്വഭാവത്തിന് ആഗ്രഹിക്കുകയും ചെയ്താൽ പറ്റൂല. ചാരിയാൽ ചാരിയത് ഉണക്കും. ഈ സ്വഭാവമൊക്കെ പകർത്തിയെടുക്കപ്പെടുന്നതാണ്. മുത്തുനബിയിൽ നിന്നാണ് സഹാബാക്കൾ സ്വഭാവം പകർത്തിയെടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മനസ്സിലാവും? റസൂലുള്ളാഹിൽ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അലാ ഖുലുഖിൻ അലീം, നബിയെ തങ്ങൾ ഉത്തമമായ സ്വഭാവത്തിന് മേലെയുള്ളവരാണ്. ആ സ്വഭാവം സഹാബാക്കൾ പകർത്തിയെടുത്തു. ആ പകർത്തിയെടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. സൽസ്വഭാവികളുമായിട്ട് സഹവസിക്കേണ്ടത്. കുറേ വിവരമുള്ള ആളാണ്, പക്ഷെ സൽസ്വഭാവി അല്ലെങ്കിൽ അയാളോട് സഹവസിക്കരുത്. നിങ്ങൾ കേടൊരു ആ വിവരം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. സൽസ്വഭാവത്തോടു കൂടിയുള്ള വിനയത്തോടു കൂടിയുള്ള അറിവെ പ്രയോജനപ്പെടുത്തുള്ളൂ. ആ അറിവിനാണ് നൂറ് എന്ന് പറയാം, അല്ലാത്ത നൂറല്ല നുൽമ. എല്ലുമല്ല നുൽമാണെന്ന് കേട്ടിട്ടില്ല. അല്ല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അള്ളാന്റെ റസൂല് പറയാണ്, എന്താണ് പറഞ്ഞത്? മീസാൻ, മുഅ്മിനിന്റെ മീസാനിൽ തുലാസിൽ ഖിയാമത്ത് നാളിൽ സൽസ്വഭാവത്തെക്കാൾ ഖനമുള്ള ഒരു വസ്തുവുമില്ല എന്ന് മുത്തനബി പറഞ്ഞിട്ട് ആ ഹദീസിന്റെ ബാക്കി എന്താണെന്നറിയോ? തീർച്ചയായും അല്ലാഹു തആല അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവി അള്ളാഹു വെറുക്കുന്നു. അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന നാവുകൊണ്ട് പറയുമ്പോഴേ അശ്ലീലമായ വാക്കുകൾ പറയുക, നല്ല നല്ല വാക്കുകളാ പറയും, നല്ല നല്ല ക്ലാസ്സാണ്, എൽമിന്റെ സദസ്സാണ്, അല്ലെങ്കിൽ ഭയങ്കര വിഷയങ്ങളാ പറയും. പക്ഷെ സംസാരിക്കുമ്പോൾ അശ്ലീലം പറയാത്ത ഒരു വേർഷൻ മൂപ്പർക്കില്ല. അങ്ങനെ ഒരു സംഭവം മൂപ്പർക്കില്ല. മൂപ്പര് സംസാരിച്ച അശ്ലീലം പറയും, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച അശ്ലീലം പറയും, ആളുകളോട് ദേഷ്യം പിടിച്ച അശ്ലീലങ്ങൾ പറയും, മോശമായ കാര്യങ്ങൾ സംസാരത്തിൽ മോശത്തെ പറയുക. അള്ളാഹ്ക്ക് വെറുപ്പാണ്, ആൾക്ക് വിലായത്തൊന്നുമില്ല. കാരണം അയാൾ നാവിൽ മറ്റേതാ വരുന്നത്. ഇത് ഞാൻ പറയണല്ലോ, ഇന്നോടാരും ദേഷ്യം പിടിക്കരുത്. അശ്ലീലം പറയണവരൊന്നും ഇന്നോട് ദേഷ്യം പിടിക്കണ്ട. അള്ളാഹു തആല നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ, നമ്മളെല്ലാവരും സ്വഭാവം നന്നാക്കി തരട്ടെ. ഇത് മുത്തുനബി പറഞ്ഞതാ. മുത്തുനബി പറഞ്ഞ സത്യം, നിങ്ങൾ പറഞ്ഞത് കളവാ. നിങ്ങൾ ഞാരെ പേര് പറഞ്ഞിട്ട് ഏത് നിവേദ ഇന്ന ഔലിയാക്കൾ അങ്ങനെയായിരുന്നു, മറ്റേ ഔലിയപ്പാപ്പ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങൾക്ക് മുത്തുനബി പറഞ്ഞതിന്റെ അപ്പുറം ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞതാണെന്ത്? മനസ്സിലാവുണ്ട? അള്ളാഹു തആല ഒരിക്കലും അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അള്ള വെറുക്കുന്നു. അയാൾ ദുസ്വഭാവിയാണ്. നാവിനെ സൂക്ഷിക്കണം. അപ്പൊ ദുസ്വഭാവത്തെ അള്ള വെറുക്കുന്നുണ്ട്. അപ്പൊ സൽസ്വഭാവി ആയാലേ നോമ്പും നിസ്കാരം ഒക്കെ ആവും. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. വേറെ ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താം. അന അബി ഹുറൈറ റളിയല്ലാഹു തആല, ഇതും സ്വഹീഹ് തുർമുദിയിലുള്ളതാണ്. അന അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനമാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കപ്പെട്ടു, അതായത് ചോദിക്കപ്പെടുന്ന ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലോട് ചോദിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലോട് ചോദിച്ചു. സഹാബി തന്നെയാണ്. കാരണം എന്താ? ദീനിനോട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക. അപ്പൊ ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലുന്നാസൽ ജന്ന, ജനങ്ങൾ കൂടുതൽ പേരും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് റസൂലിനോട് ചോദിക്കപ്പെട്ടു. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ കയറുന്ന കാര്യം ഏതാണ്? ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കയറുന്ന ജനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന കാര്യം ഏതാണ് അല്ലാഹുവിന്റെ റസൂലേ എന്ന് ചോദിക്കപ്പെട്ടു എന്ന ആശയം.
അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഫഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയും സൽസ്വഭാവവും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു താലാന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വയോടുകൂടിയുള്ള ജീവിതം, അതും സൽസ്വഭാവവുമാണ് കൂടുതലായി സ്വർഗത്തിൽ ജനങ്ങൾ പ്രവേശിക്കും. റസൂലുള്ള രണ്ടിനെ ഒരുമിപ്പിച്ചിട്ട് പറഞ്ഞു. അത് വലിയ വിഷയമാണത്. അള്ളാഹുവിനോട് സൂക്ഷ്മത പുലർത്തി ജീവിക്കുകയാണെങ്കിൽ അവന്റെ രഹസ്യ ജീവിതമായാലും പരസ്യ ജീവിതമായാലും എന്നെ അള്ള കാണുന്നുണ്ട്, നാളെ അള്ളാഹിന്റെ മുന്നിൽ, എന്റെ മരണശേഷം അള്ളാഹിന്റെ മുന്നിൽ ഞാൻ എല്ലാം ചോദിക്കപ്പെടും എന്നുള്ള നിലക്ക് സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്ന ഒരാള്, ആ ആള് അള്ളാഹുവിന്റെ ഇഷ്ടം അയാൾ എന്ത് ചെയ്യും? കരസ്ഥമാക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ആ അദ്ദേഹം അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാക്കി. എന്നാൽ ജനങ്ങളോട് സൽസ്വഭാവം കാണിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ജനങ്ങളുടെ ഇഷ്ടവും കരസ്ഥമാക്കി. ഒരു ഹദീസിൽ കാണാം, അങ്ങനെ സൽസ്വഭാവി ജനങ്ങളുടെ ഇഷ്ടം അവൻ നിർബന്ധമാക്കി. അങ്ങനെ ആശയം കാണാം ഹദീസ്. അതാണ് രണ്ടും കൂടി ആകുമ്പോൾ അള്ളാന്റെ ഇഷ്ടമായി ജനങ്ങളെ ഇഷ്ടം. എല്ലാവർക്കും ആൾക്കാർ ഇഷ്ടപ്പെടുന്നല്ലേ? ഈ രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ അള്ള ഇഷ്ടപ്പെട്ട് ജനങ്ങളും ഇഷ്ടപ്പെട്ട്. ഈ ജനങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അള്ളാന്റെ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു വലിയ ഇഷ്ടമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെട്ടവർ അള്ളാഹ്ക്കും ഇഷ്ടമാണ്. നന്മ കൊണ്ട് ഇഷ്ടപ്പെടുന്നവർ, സൽസ്വഭാവികൾ, അള്ളാഹു നല്ല സ്വാലീങ്ങളായ ജനങ്ങൾ, അവർ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. ഒരു സ്വാലിഹീങ്ങളായ ആളുകൾ, ഔലിയാക്കൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹ് അയാൾ ഇഷ്ടപ്പെടുന്നു. അയാൾ ഇനി കൂടുതൽ കർമ്മമൊന്നും ചെയ്യണ്ട. അള്ളാഹു ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യും? അള്ളാഹു താല അയാൾക്ക് എന്ത് ചെയ്യും? ഔദാര്യമായിട്ട് അദ്ദേഹത്തെ സൽസ്വഭാവിയാക്കും, അദ്ദേഹത്തിന് ഔലിയാക്കളിൽ ഉൾപ്പെടും. അള്ളാഹ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെയാണ്. അള്ളാഹിന്റെ ഇഷ്ടം കരസ്ഥാക്കാരെ നമ്മൾ സ്വാലിഹ്യങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി അവർക്ക് ഖിദ്മത്ത് ചെയ്യണതും അവർക്ക് ഹദിയ കൊടുക്കുന്നതും അതൊക്കെ അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സ്വാലിഹ്യങ്ങളുടെ ഇഷ്ടം നമ്മൾ സമ്പാദിക്കുകയാണ്. അപ്പൊ എന്താവും? അള്ളാഹിന്റെ ഇഷ്ടമൊക്കെ, മുത്തുനബിയുടെ ഇഷ്ടമൊക്കെ. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ, സൽസ്വഭാവം നമ്മൾ ഈ റമദാൻ മാസത്തിൽ സൽസ്വഭാവികളാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ടാവില്ല. സൽസ്വഭാവം എന്ന് പറഞ്ഞത് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൽസ്വഭാവം എല്ലാം എന്താ പറയുക, സൽസ്വഭാവിയായ ആൾ അള്ളാഹ് ഏറ്റവും കൂടുതൽ അവർക്ക് ഗുണം ചെയ്യുന്നത് പടച്ചോനാണ്. പടച്ചോനിൽ നിന്നുള്ളതിനെയും അവൻ തൃപ്തിപ്പെടും. അങ്ങോട്ട് പരാതി ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവന്റെ നാവ് കൊണ്ടും അവന്റെ അവയവങ്ങളെ കൊണ്ടും അയൽവാസികൾ രക്ഷപ്പെടും. അവന്റെ മുസ്ലിം അല്ലാത്ത അന്യമതസ്ഥരും അവന്റെ നാവ് കൊണ്ടും കൈകാലുകൾ കൊണ്ടും രക്ഷയിരിക്കും. സുഹൃത്തുക്കൾക്ക് രക്ഷയിരിക്കും. എല്ലാവരോടും കാണിക്കേണ്ട മര്യാദകളിൽ മുത്തുനബി കാണിച്ചെന്നതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മാതൃകയുണ്ട്. അത് അവരിൽ ഉണ്ടായിരിക്കും. അതാണ് സൽസ്വഭാവം. അപ്പൊ എന്തിനോട് ബന്ധപ്പെട്ടതാണെന്ന് അർത്ഥം. അതൊന്നല്ല, നാവ് കൊണ്ട് എന്തെല്ലാം ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാവ് കൊണ്ട് വരുന്നതിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം. ചുരുക്കം പറഞ്ഞാൽ അത് നമ്മൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് രക്ഷപ്പെടാൻ പരിശ്രമിക്കും. അതുപോലെ തന്നെ കണ്ണുകൊണ്ടുള്ള നോട്ടത്തിൽ ആളുകളെ പ്രയാസപ്പെടുന്ന നോട്ടം നോക്കരുത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും വിഷമിപ്പിക്കുന്ന വിധത്തിൽ അവരെ നോക്കരുത്, അല്ലേ? ചെവി കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ അത് കേൾക്കരുത്. നമ്മളെ മറ്റു ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അവരെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കരുത്, ഇത് കേൾക്കരുത്. അവയവങ്ങളെ കൊണ്ടും അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ അവയവങ്ങളോട് ചെയ്യരുത്. എല്ലായിടത്തും വേണം സൽസ്വഭാവം. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ ധനത്തിൽ നിന്ന് അതിൻ്റെ വിഹിതമുള്ള ആളുകൾക്ക്, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നൊരു ശീലം ഉണ്ടാക്കണം. അതൊക്കെ സൽസ്വഭാവികളാണ്. പിശുക്കൽ ദുസ്വഭാവിയാണ്. മറ്റുള്ളവർക്ക് അങ്ങോട്ട് ദാനം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കണം, അത് സൽസ്വഭാവമാണ്. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കണം. തബസ്സുമുക ലിവജ്ഹി അഖീക ലക സ്വദഖ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ഒന്ന് പുഞ്ചിരിക്കൽ നിനക്ക് ദാനമാണ് എന്ന് പറഞ്ഞു. സ്വദഖയാണെന്ന് പറഞ്ഞു. മനസ്സിലാവണ്ട. മുഖം തിരിച്ചു നടക്കാൻ പാടില്ല ആളുകളോട്. ഓനാര് നമ്മളെന്തിനാ അങ്ങനെ? അവർ പണക്കാരായിട്ടോ കിബറുള്ളവനായിരിക്കോട്ടെ, ഓന അഹങ്കാരി ആയിക്കോട്ടെ, എന്താ പറയുക, നമ്മളതൊന്നും നോക്കണേ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു നോക്കുക. അവര് നേരായെങ്കിലോ, ആ പുഞ്ചിരി കൊണ്ട് അവർക്കൊന്ന് ചിരിക്കാൻ തോന്നിയെങ്കിലോ, അല്ലേ? വിനയം. ഇങ്ങോട്ട് സലാം പറയുന്നതിന് മുന്നേ അങ്ങോട്ട് സലാം പറയേ, എല്ലാം വേണം. ആദ്യം ഇത് ഉണ്ടാക്കേണ്ടത് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും ഇവൻ സൽസ്വഭാവിയാവണം. സ്വന്തം ഭാര്യയോട് സൽസ്വഭാവിയാവണം. പെണ്ണാണെങ്കിൽ അവളുടെ ഭർത്താവിനോട് സൽസ്വഭാവിയാവണം. ആ വീട്ടിലുള്ള മറ്റുള്ളവരോട് സൽസ്വഭാവിയാവണം. അങ്ങനെ വീട്ടിൽ പരസ്പരം ആദ്യം സൽസ്വഭാവം വളർത്തണം. ഈ നോമ്പിന്
അതിനൊരു തുടക്കം കുറിക്കണം നമ്മൾ. ഇപ്പൊ തന്നെ തുടങ്ങണം. റമദാന് കലാപഭൂമിയാവരുത് വീട്. റമദാൻ സന്തോഷമായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, അറിയാതെ വരും. നമ്മൾ സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പറ്റൂലേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊരാൾ ഇത് വന്നു പോയി മനഃപൂർവ്വം വന്നോട്ടെ, നമ്മളോട് ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. ഞാൻ മാപ്പാക്കിക്കണം. ഇന്നെക്കാട്ട് എത്രയോ നല്ല സ്വഭാവങ്ങൾ വേറെ ഉണ്ട്, ഞാൻ കാണായിട്ടാണ്. അല്ലേ? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഞാൻ എൻ്റെ വീട്ടിൽ, പെങ്ങളെ വീട്ടിൽ പോയിട്ട് ദാനം ചെയ്യണെ സംബന്ധിച്ച്, കുടുംബത്തിലുള്ള ദാനങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ, അതിനെ പ്രോത്സാഹനം സംസാരിച്ചപ്പോഴേ എൻ്റെ മൂത്ത പെങ്ങൾ പറഞ്ഞതാണ്, ഇജ്ജ് കാണുന്നില്ലെങ്കിൽ അവർ ദാനം ചെയ്യുന്നുണ്ടാവുമല്ലോ, നമ്മൾ കാണായിട്ടാവുമല്ലോ. നമ്മൾ കാണാതെ അവർ അള്ളാന്റെ മാർഗ്ഗം ദാനം ചെയ്യുന്നുണ്ടെങ്കിലോ? അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കാൻ പാടുണ്ടാ? അവർ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നുണ്ടാവും, നമ്മൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ എന്നോട് പറയണമെന്നുണ്ട് ഒരു ദാനം ചെയ്യണത്. അല്ല, അത് നല്ലൊരു പോയിന്റ് അല്ലേ? ഞാൻ പിന്നീട് ചിന്തിച്ചു, അത് വളരെ ശരിയാണാ പറഞ്ഞത്. സംഭവം എൻ്റെ മൂത്ത പെങ്ങളാണ്, പക്ഷെ പറഞ്ഞ വാക്കുണ്ടല്ലോ, മൂത്ത ആളാണെന്നുള്ള നിലക്കും സ്വീകരിക്കാം. പക്ഷെ അതിനെക്കാട്ടി അപ്പുറം വാക്ക് വളരെ വെയിറ്റുള്ളൊരു വാക്കാണ് പറഞ്ഞത്. നമ്മളത് അനുസരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ബാഹ്യം കണ്ട് നമ്മൾ എന്തിനാ വിധിക്കണേ? അവരിപ്പോ സൽക്കർമ്മം ചെയ്യാൻ നമ്മളോട് പറയണമെന്നില്ലല്ലോ. അപ്പൊ അവർ നല്ലത് ചെയ്യുന്നുണ്ടാവും. നമ്മൾ നേരാകും, നമ്മൾ സ്വയം നേരാകും. നമ്മൾ ഇനി മറ്റുള്ളവർ സൽസ്വഭാവി ആവട്ടെ ആവാതിരിക്കട്ടെ, അവരെ നേരാക്കാൻ പോണ്ട. ആദ്യം ഞാനൊന്നും കാരണം എന്താണ്, നമ്മൾ സൽസ്വഭാവി ആവാതെ മറ്റുള്ളവരെ സൽസ്വഭാവികളാക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾ ദുസ്വഭാവികളായി മാറും. നമ്മളാദ്യം നേരായിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേൾക്കാഞ്ഞാൽ പിന്നെ നമുക്ക് ദേഷ്യം പിടിക്കും, പിന്നെ നമ്മളെ ഹാലൊക്കെ ഉണ്ട് മാറും. ചിലവരൊക്കെ ടി വി ഒക്കെ എടുത്തിട്ട് എറിയുന്ന, കസാരൊക്കെ എടുത്ത് വലിച്ചെറിയും. ഹാല് മാറി ഉപദേശിച്ചിട്ടേ. അപ്പൊ ഓന കേടന്ന് ഇബിലീസ് പറ്റിക്കണേ. അപ്പൊ ആദ്യം നമ്മൾ നേരാവണം. ആദ്യം ഈ റമദാൻ എന്നെ നേരാക്കണം എന്നുള്ള രീതിയിലായി നിങ്ങളെ കണ്ടുകൊണ്ട്, എന്നെ കണ്ടുകൊണ്ട് മറ്റുള്ള എൻ്റെ കുടുംബം നേരാവും. എൻ്റെ പ്രവർത്തനം കണ്ടിട്ട് എൻ്റെ കുടുംബക്കാർ നേരാവും. എൻ്റെ പ്രവർത്തനം കണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് കൂടുതൽ സ്നേഹമായി മാറും. എൻ്റെ പ്രവർത്തനം കണ്ടിട്ട് എൻ്റെ ഉമ്മാക്ക് എന്നോട് ഇഷ്ടമായി മാറും. എൻ്റെ മക്കൾക്ക് എന്നോട് ഇഷ്ടമായി മാറും. എൻ്റെ സഹപാഠികൾക്ക് ഇഷ്ടമായി മാറും. അയൽവാസികൾക്ക് ഇഷ്ടമായി മാറും. എൻ്റെ ഉസ്താന്മാർക്ക് ഇഷ്ടമായി മാറും. എൻ്റെ മശാഖന്മാർക്ക് ഇഷ്ടമായി മാറും. ആദ്യം നമ്മളത് നമ്മുടെ വയല് കണ്ടിട്ട് ആരും ഇഷ്ടപ്പെടില്ല. നമ്മളെ കണ്ടിട്ടും നമ്മളെ പ്രവർത്തനങ്ങൾ കണ്ട് സ്വഭാവം കണ്ട് ഇഷ്ടം. അള്ളാഹു തആല ഈ റമദാൻ അങ്ങനത്തെയുള്ള ഈ റമദാനോട് കൂടിയിട്ട് നമ്മൾ സൽസ്വഭാവം അധികരിക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു തആല എത്തിച്ചേരട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചതുപോലെ, നമ്മുടെ മശൈഖന്മാർ ആഗ്രഹിച്ചതുപോലെ ഉയരാൻ, അള്ളാഹു തൃപ്തിപ്പെട്ട നിലയിൽ നമ്മളെ മാറ്റിമറിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഷെയ്ഖുമാരുടെ ഉസ്താദുമാരുടെ ദർജാത്തുകൾ നാൾക്ക് നാൾ ഉയർത്തട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുമാർ, ഉസ്താദുമാർ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ്, അതുപോലെ തന്നെ ഉസ്താദുമാർ, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ഗുരുനാഥന്മാർ, പിന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ, ഇണകൾ, സന്താനങ്ങൾ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മുടെ കുടുംബാദികൾ, മറ്റു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ എല്ലാവർക്കും അള്ളാഹു തആല ആരോഗ്യത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടട്ടെ. നമ്മുടെ ഷെയ്ഖുമാരുടെ ദർജാത്തുകൾ നാൾക്ക് നാൾ ഉയർത്തട്ടെ. അവരിലൂടെയുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായങ്ങളെ കൊണ്ട് അനുഗ്രഹങ്ങൾ നമ്മളെ അവർ അനുഗ്രഹിക്കട്ടെ. ബിജാഹി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.